ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു കിടിലം നൈറ്റ് ലൈഫ് സ്പോട്ടിലാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ അത് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. തുമ്മിക്കുട്ടിന്ന് നമ്മൾ വിളിക്കും. നമ്മൾ മാങ്ങ കഴിക്കാണ്. ഇവരൊന്നും വരുന്നില്ല, ഇവരൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല മാങ്ങ കഴിക്കാൻ. എന്നിട്ട് എന്റെ അടിച്ചു മാറ്റുന്നവരാണ് അൻവറും അന്നയൊക്കെ. ഞാനൊന്നും തിന്നിട്ടില്ല, അവള് തിന്നപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്തു. ഇവിടെ ആകെ ഒരു നല്ല കൊച്ചു തന്നെ തമന മാത്രം. പിന്നെ ഞാനും എന്തെങ്കിലും കൊടുത്തു നോക്ക്. ഇല്ല, എടുത്തില്ല. അത് കാരണം നിങ്ങളുടെ പേര് റന്ന. എന്നാ നമുക്ക് അങ്ങോട്ട് നടക്കാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ വരും. നമുക്ക് അങ്ങോട്ട് നടക്കാടാ. ഇവിടെ അടിപൊളി. ഇവിടെ എത്ര മണി വരെ വന്നാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കാൻ വരുന്നു, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അടിപൊളി അടിപൊളി സ്ഥലമാണ്. ഇപ്പം എത്ര മണി വരെ ആണെങ്കിൽ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാതിരിക്കാം. ആരും ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പിന്നെ കുറേ കടയും ഐസ്ക്രീമും അങ്ങനെ കുറേ ഇഷ്ടംപോലെ കടയുണ്ട്. നമുക്കിവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങോട്ട് പോവാം, വാ. ഇതൊരു പോവാം. ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഈ റോഡ് ഇറങ്ങി നമുക്ക് ഐ ലവ് കൊച്ചി എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പോവാം. തമ്മന്ന എന്തെങ്കിലും പറ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? ഗെയിമാണോ? അവരെതിരെ പോയി, ഐ ലവ് യു കൊച്ചി. ഐ ലവ് യു. അങ്ങനെ നമ്മൾ ഐ ലവ് കൊച്ചിനെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ കൊച്ചിയിലെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ആരുന്നല്ല, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇവിടെ ഉള്ള ആളല്ല. എല്ലാവരും വേറെ വേറെ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാനും അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണ് കൂടുതൽ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതേ കണക്ക് ഇവിടെ കുറേ നൈറ്റ് ലൈഫിലൊക്കെ ചിലപ്പം ഡാൻസ്, പാട്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉള്ള ആൾക്കാരാണ്. ഒരു സെറ്റ് വൈബാണ്. എവിടെയെങ്കിലും ഇരിക്കണ അതോ പോവാനാ? നമ്പ ഇന്നിവിടെ കുറേ കടകളുണ്ട് ഗൈസ്. നമുക്ക് ഷെയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ലൈറ്റ് സൈഡ്, പെർഫ്യൂം, അങ്ങനെ കുറേ സാധനങ്ങളിവിടെ വിൽക്കാനും കാര്യങ്ങളുണ്ട്. നമ്മളിതിലൊന്നും വാങ്ങിച്ചില്ല. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ പോകണം ഗൈസ്. നമ്മളെ വണ്ടി ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. ഇനി അവിടെ വെച്ച് കാണാം.
അല്ലെങ്കിൽ നീ ഇവിടെ വെച്ചു ഞാൻ പറഞ്ഞു നമ്മൾ താൽ റെസ്റ്റോറൻറ്റിലെത്തി. താൽ കിച്ചൻ. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാം. അതൊക്കെ നമുക്ക് തിങ്കളാഴ്ച മുടി വെക്കാം. കുറച്ച് ഫ്രഷായി. എനിക്ക് ടിഷ്യൂ എടുത്തരും. ഒരു സഹായം അങ്ങനെ ഫ്രഷായി കുറേ പൊടിയൊക്കെ പോവാം. ഫുഡ് കഴിക്കാം. ശനി ഫുഡ് കഴിക്കാം. ഏയ് ഓണം. നല്ല തിരക്കുണ്ട് കഴിച്ച. പല ആൾക്കാരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് കയറിയിരിക്കാം. നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലേ. ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇത് വാങ്ങാൻ വേണ്ടി ഇത് ഷവർമ്മ ഹാഫ് റുമാലി റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിനുള്ളതാണ്. ഇത് ഇവിടെ നിന്നല്ല. നമ്മളന്ന് കഴിച്ചില്ലേ? നിനക്കെന്ത് അണ്ണ എന്ത് കഴിക്കണം? ശരി എന്ത് കഴിക്കണം? ഹാഫ് ബിരിയാണി. റെണ്ണ കഴിക്കാറില്ല. ഫുഡ് അപ്പോൾ റെണ്ണയ്ക്ക് അറിയാം അതിൻ്റെ ആ കാര്യം നമുക്കറിയാം. വേറെ ഒന്നിനും ഈ ഒരു തിന്നുന്ന കാര്യത്തിൽ മാത്രം. ഡ്രാഗൺ അൽഫാം. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. എനിക്ക് ബിരിയാണി മതി. ചോദിക്കാം എന്തൊക്കെയാണ് കഴിക്കുന്നത്. നീ ഉണ്ടാവും വരുമ്പോ കാണാം. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. എനിക്ക് ബിരിയാണി കഴിക്കാൻ ഒരു കൊതി. അതുകൊണ്ട് ഞാൻ ഹാഫ് ബിരിയാണി. അണ്ണ എന്ത് കഴിക്കണം? ഞാൻ ഹാഫ് ബിരിയാണി. നീ എന്ത്? അഫ്ഗാനി അൽഫാം. ഞാനും ബിരിയാണിയാണ് കഴിച്ചത്. ഒരു ഹാഫ് ബിരിയാണി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സിനിമ കാണാനുണ്ട്. അങ്ങനെ സിനിമ കാണാൻ പോകുന്നു ഗൈസ്. ഇനി ഇപ്പോൾ ഇവിടെ 10:23 10:50 ഷോ. അപ്പം തിയേറ്ററിൽ എത്തി. അങ്ങനെ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറാം.
നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത് ഒരു ഹൊറർ മൂവിയാണ്. ഡൈസിരാസ് എന്ന് പറഞ്ഞ ഒരു ഹൊറർ മൂവി. അങ്ങനെ നമ്മളത് കണ്ടിട്ട് വരാം. ഇനി ഇപ്പോഴത്തേക്ക് വേറൊരു വീഡിയോയിൽ ഇനി കാണാം. അപ്പോഴേക്കും ബൈ ഗൈസ്.